ഹായ് ഗായ്സ്, അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ വലിയൊരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാത്തതെന്ന്. ബർത്ത്ഡേ കഴിഞ്ഞ് ഇത്രയും ദിവസമായി എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. 26-ാം തീയതി ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ വോയിസ് എല്ലാം കൊടുത്ത് ഇൻഷോട്ടിൽ സേവ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ കറങ്ങി നിന്നതിന് ശേഷം റെസൊല്യൂഷൻ എന്തോ പ്രോബ്ലം എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയപ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിൽ റീൽ അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നതല്ലാണ്ട് റീൽ അപ്ലോഡ് ആവുന്നതേയില്ല. ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് നോക്കി, അല്ലാണ്ട് സ്വന്തം നെറ്റ് കണക്ട് ചെയ്ത് നോക്കി, നെവർ എവർ പോസ്റ്റിംഗ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി പിന്നെ ചെയ്യാം എന്ന് വെച്ചാൽ അങ്ങനെ നീട്ടി ഇന്ന് എനിക്ക് ടൈം കിട്ടി, അങ്ങനെ ചെയ്തു. അച്ഛൻ്റെ ബർത്ത്ഡേ വളരെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും അച്ഛനറിയാണ്ടാണ്. കാരണം ഇങ്ങനെ നമ്മുടെ ഫാമിലിയിൽ നടന്ന ഈ കുഞ്ഞു ഫംഗ്ഷൻ ഇങ്ങനെ വലുതായിട്ട് നാട്ടുകാരെ അറിയിക്കാൻ അച്ഛന് വലിയ താല്പര്യമില്ല. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എൻ്റെ യൂട്യൂബിൽ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുന്നതോ പഠിക്കുന്ന സംബന്ധമായിട്ടോ എന്തായാലും ജനറൽ നോളജോ എന്തായാലും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് എന്ത് രീതിയിലാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതെനിക്ക് വലിയൊരു കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് മൈ ഫാദർ ബർത്ത്ഡേ ആൻഡ് അതൊരു വലിയ പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസ്. കേക്ക്, ഫോട്ടോസ്, ലഡ്ഡു, ജിലേബി, റസ്ന ജ്യൂസ്, ഐസ്ക്രീം, സ്നിക്കേഴ്സ്, മിൽക്കി ബാർ, മഞ്ച്, ക്യാൻഡി മാൻ, ലോട്ടിപ്പായി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞാൽ ഞാൻ തന്നെ ക്ഷീണിച്ചു. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗിഫ്റ്റ് കൈമാറുന്നതാണ്. അമ്മ കൈമാറി, ചേച്ചി കൈമാറി, ലച്ചു കൈമാറി, ഞാൻ കൈമാറുകയാണ്, അതിനുശേഷം ചേട്ടൻ കൈമാറുകയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു, വളരെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോങ് വീഡിയോയിൽ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ദിവസം ഞാൻ സ്കിപ്പ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് അത് ഷെയർ ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ എന്താ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ കാണുന്നവരുടെ അത്ര പോലും സബ്സ്ക്രൈബേഴ്സ് എനിക്കില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് എനിക്ക് ചെറിയ രീതിയിൽ സങ്കടമുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി വെച്ചേക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും, നാളത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റന്നാളത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇഷ്ടപ്പെടും. നമ്മൾ കുറേ പറയാറുണ്ടല്ലോ, വെറുത്ത് അവസാനം ഇഷ്ടമാവുമെന്ന്. അതുപോലെ തന്നെയാണ് എൻ്റെ ചാനൽ. ഇഷ്ടമില്ലാണ്ട് ഒരു ദിവസം നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെടുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാൻ കഴിയുന്നു? ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലച്ചുവിൻ്റേതാണ് ബർത്ത്ഡേ ദിവസം സുന്ദരി കുട്ടിയായിട്ട് ബർത്ത്ഡേ ക്യാപ്പൊക്കെ വെച്ചിട്ട് ആളുടെ ബർത്ത്ഡേ പോലെ ഭയങ്കര ഷൈനിങ് സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നു. ലച്ചുട്ടി മാത്രമല്ല, ഇവിടെ 3 പേര് കുട്ടികളും കൂടി ഉണ്ട്. നമ്മുടെ കുഞ്ഞു പൂച്ചയുടെ 3 മക്കളാണ്. അപ്പോൾ സുട്ടുവിൻ്റെയും ലുട്ടുവിൻ്റെയും കുട്ടുവിൻ്റെയും കഥ നിങ്ങൾക്ക് അറിയായിരിക്കും. അവർ നമ്മളെ വിട പറഞ്ഞു പോയി. അപ്പോൾ അവരുടെ അനിയത്തിമാരോ അനിയന്മാരോ ആരൊക്കെ ആയിട്ട് വരും ഇവർ. അപ്പോൾ അവർക്ക് കേക്ക് 3 പേർക്ക് 3 സ്ഥലത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അടി കൂടും, ആർക്കും കിട്ടാണ്ട് പോകും. അപ്പോൾ അവർക്കിതായിട്ട് കൊടുത്തു. അവർ 3 പേരും ഭയങ്കര കളിയായതുകൊണ്ട് അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്ക് എന്തായാലും വന്ന് കഴിക്കും. ഇതാണ് പൊന്നു പൂച്ച. ഇനി ഇത് അറിയാലോ, നമ്മുടെ സ്വന്തം പൊന്നുമായിട്ടുള്ള ലച്ചൂട്ടി. അപ്പോൾ ലച്ചൂട്ടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.